യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. കൂട്ടുകാരൻ വരുന്നേ. യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. പ്രിയമുള്ളവരെ, ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. കൂട്ടുകാരെ, നമ്മൾക്കെല്ലാവർക്കും അറിയാം, തുഞ്ചപ്പാടത്തും വരപ്പുഴയുടെ തീരത്തും കരോലിക്കനാലിന്റെ വക്കത്ത് പോലും മണിക്കൂറുകളോളം ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് മുട്ടടിക്കുന്ന മഹാപ്രതിഭയാണ് നമ്മുടെ വെള്ളത്തിക്കൊക്കെ. കൂട്ടുകാരെ, നമ്മുടെ അടുത്ത കളിക്കാരനെ ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അല്ലേ അല്ലേ അല്ലേ? ആരാ അത്? ഓ, വാന നിരീക്ഷണ കമ്മിറ്റി അംഗവും മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ ആ വിവരം നമ്മളെ അറിയിക്കുകയും ചെയ്യുന്ന ഒറ്റച്ചാട്ടത്തിന് ചൈന മതിൽ വരെ ചാടിക്കടക്കാൻ കഴിവുള്ള പോക്രാന്തവള. കൂട്ടുകാരെ, അടുത്തൊരു വിസിലോടുകൂടി കളി ഇവിടെ ആരംഭിക്കുന്നതാണ്. ചിമ്പു കുറച്ച് ഓവറാണല്ലോ. ഓവറല്ല, ശല്യം. ഇതിനൊക്കെ ശല്യം എന്നല്ലാതെ എന്താ പറയാ? ദേ, കളി തുടങ്ങാറായി. ചിമ്പു ഇപ്പൊ വിസിലടിക്കും. വിസിലടിക്കാൻ അറിയില്ലെങ്കിൽ തലം കാലിയാക്ക്, ഞങ്ങൾ അടിക്കാം. സ്റ്റാർട്ട് ദി ഗെയിം. വെള്ളത്തിക്കൊക്കെ തന്റെ റൗണ്ട് വളരെ അനായാസമായി ഇതൊന്നും തനിക്ക് പുത്തരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. കൂട്ടുകാരെ, ഇനി അടുത്ത ഊഴം നമ്മുടെ
ഒറ്റ കാലിൽ വേണം തുള്ളാൻ. പോരാത്തതിന് എല്ലാ കളത്തിലും തുള്ളി തുള്ളി ചെല്ലുകയും വേണം. ഒന്ന് പോടെ അവിടുന്ന്. നിനക്ക് ഒറ്റക്കാലിൽ നിന്ന് നല്ല ബാലൻസ് ഉണ്ടെന്നും പറഞ്ഞ് മറ്റുള്ളവരത് സമ്മതിച്ചു തരണോ? മോനെ പോക്രാൻ തടിയാ. ഓരോ കളിക്കും അതിന്റേതായ ഓരോ നിയമങ്ങളുണ്ട്. അതെ, വഴക്ക് വേണ്ട. വഴക്ക് വേണ്ടെന്ന്. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത പ്രശ്നം ലോകത്തുണ്ടോ? പറ 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 പറ. എന്ത് പരിഹാരമുണ്ടെന്നാ? കളിയുടെ നിയമം തെറ്റിച്ചോണ്ടുള്ള ഒരു കളിയും നടക്കില്ല. കളിയുടെ നിയമമൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം. ഒന്നടങ്ങന്നേ. നീ പോടാ കൊരങ്ങ. നിനക്ക് എന്തറിയാം? അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചിമ്പു. ഇവളൊരു തരുണിമണി. ഒറ്റക്കാലിലെ നിൽപ്പും കഴുത്ത് വളച്ചുള്ള നോട്ടവും ദീപിക പടുക്കോ കിട്ടണില്ലല്ലോ. ദീപിക പടുക്കോനാണെന്ന വിചാരം. എന്തൊരു അഹങ്കാരമാണ് ഈ സാധനത്തിന്. ദേ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ കളിയാക്കിയാലുണ്ടല്ലോ. കളിയാക്കിയാ നീ എന്ത് ചെയ്യടി ഈർക്കിൽ കളി? കളി കാര്യമായല്ലോ ചിണ്ടാ. ഇത് ഞങ്ങള് നേരത്തെ പ്രതീക്ഷിച്ചതാ. അതുകൊണ്ടല്ലേ നമ്മൾ ഇതിലൊന്നും പേര് കൊടുക്കാതിരുന്നത്. അല്ലേലും ഒളിച്ചോടലും കുഴിമാന്തലും മത്സരയിനത്തിലില്ലല്ലോ. ആരെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നം രൂക്ഷമാകും. എന്റെ ഒരു കൊത്തിനില്ല നീ. വെറുതെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ. എങ്കിൽ കൊത്തടി നീ. എന്റെ അടുത്ത് കളിച്ചാലേ നിന്റെ കൊക്കു ഞാൻ കൊത്തും. നീ അത്രക്കായോടെ പൊണ്ണത്തവളെ. വെള്ളത്തിക്കൊക്കെ ക്രൂവലാണല്ലേ? അതെ, എന്റെ അഭിപ്രായത്തിൽ കൊത്തിപ്പറത്ത് തിന്ന് കാണും. ഉറപ്പാണ്. അപ്പൊ പിന്നെ ഫ്യൂണറലിന് വേണ്ടി ബോഡി കാത്തു നിന്നിട്ട് കാര്യമില്ല. ഓ, എന്ത് കാര്യത്തിനാ? എനിക്ക് നല്ലോണം അറിയാം ഈ വെള്ളത്തിക്കൊക്കിനെ. ഏതാ സാധനം അറിയാമോ? പണ്ട് എന്റെ പെരുച്ചാഴി മൂപ്പന്റെ വകയിലുള്ള ഇളയ മകനെ ഇവിടെ കപ്പമൂട് ജംഗ്ഷനില്ലേ, അവിടെ വെച്ച് ഇതുപോലെ കുത്തിപ്പറന്നതാ. എന്നിട്ട് 4-ാം നാൾ ആകാശപ്പാറയുടെ മുകളിൽ നിന്നാ ബോഡി കിട്ടിയത്. എന്റെ അമ്മോ, ആകാശപ്പാറ എന്ന് പറഞ്ഞ നമ്മുടെ അത് തന്നെ. ഈ മേഘങ്ങൾക്കിടയിലേക്ക് കയറിപ്പോയ ഒരു പാറയില്ലേ, കൊടുമുടി. കൊടുമുടി അത് തന്നെ. സത്യത്തിൽ പേടിയാവുന്നു. നീ ഇവിടെ ഇരുന്ന് എന്തിനാ പേടിക്കുന്നത് തമ്പു? ചുമ്മാ പേടിച്ചു പോയതാ. വെള്ളത്തിക്ക് ആകാശപ്പാറയിൽ എന്താ കാര്യം? അറിയില്ലല്ലോ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ കാലംബരത്തിന്റെ കൂടില്ലേ, അതിപ്പോ വെള്ളത്തിക്കൊക്കന്റെ കസ്റ്റഡിയിലാണേ. അതെ അതെ, കൊടുമുടി ഇറങ്ങി ഇര തേടാൻ വന്ന പരുന്തിനെ ഈ കനോലിക്കനാൽ പരിചയപ്പെടുത്തിയതും ഈ വെള്ളത്തിക്കൊക്ക് തന്നെയാണ്. എന്തിനു കൂടുതൽ പറയുന്നു, ഈ കാലംബരത്തിന്റെ പിൻബലത്തിലാണ് വെള്ളത്തിക്കൊക്കിന്റെ സകല ഗുണ്ടായുസങ്ങളും. എന്നാലും ആലോചിക്കാൻ കാരണം എന്താണെന്നറിയാമോ? പരുന്തിനെ ഭക്ഷിക്കുന്ന മറ്റു മൃഗങ്ങൾ ഇതുവരെയില്ല. അതുകൊണ്ട് തന്നെ അതൊരു രാജവാഴ്ചയാണ് സുന്ദരി. അപ്പം നമ്മുടെ പോക്രാനോ? പോക്രാന്റെ കാര്യം പോക്കാണ്. അത് നേരത്തെ പറഞ്ഞതല്ലേ. എന്നങ്ങനെ ഉറപ്പിച്ച് പറയാമോ? പിന്നെ എനിക്ക് 101 ഉറപ്പാ. അതുകൊണ്ടല്ലേ പോക്രാന്റെ മുഖം വെച്ചിട്ട് പോസ്റ്റർ ഒട്ടിച്ചോളാൻ ഞാൻ പറഞ്ഞത്. ഓ, അത് ചിണ്ടം പറഞ്ഞിട്ട് ഒട്ടിച്ചതാണോ? പിന്നല്ലാതെ പോക്രാന്റെ വിയോഗം നാലാൾ അറിയണ്ടേ. അത് ശരിയാ. ഏത് ശരി? പോക്രാൻ എന്തു പറ്റിയെന്നറിയാതെ പോസ്റ്റ് ഒട്ടിച്ചത് ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി എന്തറിയാനാ
അത് നമ്മൾ കണ്ടതാ. ബാക്കി ഞാൻ പറഞ്ഞതാണ് സത്യം. കാണാത്ത കാര്യം സത്യാവോ ചിണ്ടാ? മിസ്റ്റർ തമ്പ, താങ്കളുടെ പിറകിൽ ഒരു വാലുള്ളത് അറിയുമോ? ഡു യു നോ ദാറ്റ്? യാ, ഐ നോ, എനിക്കറിയാം. താങ്കൾ ഇത് കണ്ടിട്ടുണ്ടോ? കാണാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാലും വാലുണ്ട് എന്നുള്ള കാര്യം സത്യമാണല്ലോ. അതെ, സത്യമാണ്. ഇത് സത്യമാണെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമായിട്ടും സത്യമാണെന്ന് താങ്കൾക്ക് മനസ്സിലായോ? ബോധ്യമായി. സത്യം. സത്യം. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ നിനക്ക് ഞാൻ ഈ കൂടുണ്ടാക്കി തരുന്നത്. ഇനിയെങ്കിലും എന്റെ കൂട്ടിൽ കയറി മുട്ടയിടുന്ന പരിപാടി നീ നിർത്താൻ വേണ്ടിയാ. പറയുന്നത് കേൾക്കുന്നുണ്ടോ ആവോ? ഞാൻ കഴിഞ്ഞ തവണ കഷ്ടപ്പെട്ട് അടയിരുന്ന് വിരിയിച്ച 4 കുഞ്ഞുങ്ങളിൽ 3 എണ്ണം ഇപ്പൊ നീ ഉണ്ടാക്കിയ പോലുള്ള വൃത്തികെട്ട ശബ്ദത്തിൽ കരയാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് അക്കിടി മനസ്സിലായത്. ദേ, കാല് പിടിച്ച് പറയുക, ഇനിയെങ്കിലും ചതിപ്പണി കാണിക്കരുത്. നിന്റെ മുട്ടകൾ നിന്റെ കൂട്ടിൽ, എന്റെ മുട്ടകൾ എന്റെ കൂട്ടിൽ. സമ്മതിച്ചോ? എടീ, സമ്മതിച്ചോന്ന്? നിന്റെ മൂളലിനെന്താ ഒരു ഉറപ്പില്ലായ്മ? എന്റെ കറമ്പി, നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സമ്മതിച്ചു. എന്താ പോരെ? ഞാനൊരു വിഡ്ഢി. നിന്റേത് എന്റേത് എന്ന് വേർതിരിച്ചു കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരേ നിറവും ഒരേ രൂപവും കണ്ടപ്പോ ഒരു കൂടപ്പറപ്പിനെ കിട്ടിയ സന്തോഷമായിരുന്നു എനിക്ക്. അതാ കറമ്പിയുടെ കൂടാണെന്ന് ഓർക്കാതെ ഇത്രയും സ്വാതന്ത്ര്യം കാണിച്ചത്. എനിക്ക് മതിയായി കറമ്പി, എനിക്ക് മതിയായി. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ എന്റെ മൂളലിനായി കുഴപ്പം. സങ്കടം ചങ്കിൽ തട്ടിയ ഞാൻ പിന്നെ എങ്ങനെ മൂളണം? പറ, ഇനി നീട്ടി മൂളണോ? ഇവരുടെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? ഓ, അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ആര് പറഞ്ഞു? നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കൂട്ടിലും മാളത്തിലുമൊക്കെ വല്ലവരും കയറി പൊറിഞ്ഞു തുടങ്ങിയാലുണ്ടാവുന്ന ഫീലിങ്സ് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് നിനക്കെന്തിനാ ഇത്ര ഫീലിങ്സ്? പിന്നെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എത്ര മാളങ്ങളാ കയ്യേറി പോയതെന്ന് അറിയാമോ? ആര്? പാമ്പുകളാ. കേട്ടിട്ടില്ലേ? തൊരപ്പൻ കുഴിക്കാനും പാമ്പ് കിടക്കാനുമെന്ന്. ഓ, ഞങ്ങളത് ഓർത്തില്ല ചിണ്ടാ. അതെ, മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കണം സുന്ദരി. ഞാൻ ശ്രമിക്കാം. ഫീലിങ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പോക്രാന്റെ മരണവാർത്ത പത്രത്തിലുണ്ടെന്ന് കേട്ടു. ആണോ? പിന്നല്ലാതെ പത്രക്കാർക്ക് വാർത്ത കൊടുത്തത് ഞാനല്ലേ. പക്ഷേ പോക്രാന്റെ ഫോട്ടോ അത്ര ക്ലിക്കായിട്ടില്ലെന്നാ കേട്ടത്. എങ്ങനെ ക്ലിയർ ആകും? എന്നോ എടുത്തൊരു പഴയ ഫോട്ടോ അല്ലേ കിട്ടിയത്. ഒരു സെൽഫി എടുത്തു വെക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും കേട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ക്ലിയർ അല്ലാത്ത ഫോട്ടോസ് അല്ലേ വന്നത്. ഇതാണ് പറയുന്നത്, മാക്സിമം സെൽഫി എടുത്ത് വെക്കണം. സെൽഫിക്കുള്ളേ സെൽഫി സെൽഫി. എപ്പോഴാണ് ഇതൊക്കെ ഒന്നും ഉപകാരത്തിൽപ്പെടാന്ന് പറയാൻ പറ്റത്തില്ലടോ. ചിണ്ടൻ സെൽഫിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവുമല്ലേ? എന്നാലും വെള്ളത്തിക്കെതിരെ ഒരു അന്വേഷണവും വരാത്തതാണ് എനിക്ക് അത്ഭുതം. ആര് പറഞ്ഞില്ലെന്ന? ഞാനാരാ മോൻ? അന്ന് തന്നെ ഒരസൽ പരാതി വെള്ളത്തിക്കെതിരെ എഴുതിയിട്ട് ഞാൻ രാജാവിന്റെ അടുത്ത് കൊടുത്തു. വെള്ളത്തിൽ കൊടുങ്ങും, ഉറപ്പാണ്. അല്ല, അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ, അതാണ്. സത്യത്തിൽ ചിണ്ടൻ സമൂഹ നന്മയ്ക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നല്ലാതെ. പക്ഷേ ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ലെന്ന്. അതെ, തിരിച്ചു വല്ലതും കിട്ടുമെന്ന് കരുതിയിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്യണത്. അയ്യോ, സത്യം പറഞ്ഞ നമ്മുടെ മന്ത്രി കുറുക്കനെ ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം അവിടെ ചിണ്ടനെ ഇരുത്തേണ്ടതാ. എനിക്കങ്ങനെ സ്ഥാനങ്ങളിൽ നിന്നും താല്പര്യമില്ലെന്ന്. സേവനം നടത്തുക, അത്രമാത്രം. ഓൺലി 7. സേവിക്ക സേവിക്ക സേവിക്ക, അതാണ് എന്റെ ലൈൻ. ചിണ്ടൻ സേവനം നടത്തുകയാണെന്ന എല്ലാവരുടെയും വിചാരം. ഇത് ഇങ്ങനെ തുടർന്നാൽ ലാഭേച്ഛയില്ലാതെ പരോപകാരം ചെയ്യുന്നവർ പോലും നാളെ സംശയിക്കപ്പെടില്ലേ? ശരിയാണ്, പക്ഷേ സത്യസന്ധമല്ലാത്ത പ്രവർത്തികൾക്ക് ആയുസ് കുറവാണ്. സത്യം ഏതു വിധേനയും പുറത്തു വരും. മറ്റൊരാൾ ചോദ്യം ചെയ്യുന്നതുവരെയല്ലേ വാദമുന്നയിക്കുന്നവർ പറയുന്നത് ന്യായമാണെന്ന് തോന്നുള്ളൂ. നമുക്ക് കാത്തിരിക്കാം. കാരണം ചിണ്ടൻ ചോദ്യം ചെയ്യപ്പെടാൻ ഇനി അധികം നേരമില്ല. ഞാൻ നേരിട്ട് കണ്ടെന്നേ, നമ്മുടെ പോക്കറാണ്ടവള് വളരെ കൂളായിട്ട് ചാടി 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 പോകുന്നു. ചിമ്പു, നീ പറഞ്ഞത് സത്യമാണോ? സത്യം. എനിക്ക് കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ തമ്പു?
ഇപ്പൊ എങ്ങനെയുണ്ട്? വെള്ളത്തിക്കൊക്ക കനോലി കനാലിന്റെ സൈഡിൽ വെള്ളത്തിലേക്കും തുറച്ചു നോക്കി നിൽപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ദേ മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന പോക്രാൻ തവളയും തിരിച്ചെത്തി. പോക്രാന്റെ പേരിൽ അനുശോചനം കൂടിയവരൊക്കെ വിഡ്ഢികളായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും പോക്രാൻ തവളയുടെ തിരിച്ചുവരവ് വല്ലാത്തൊരു വരവായി പോയി. അതെന്ത് വർത്താനമാണാ തമ്പു? മരിച്ചുപോയ ഒരാൾ തിരിച്ചു വന്നു എന്നറിഞ്ഞാൽ സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷമൊക്കെ തന്നെയാ. നമ്മുടെ കാട്ടിലുള്ള എല്ലാവരും സന്തോഷിക്കും. പക്ഷെ ഒരാളൊഴികെ. നമ്മുടെ ചിണ്ടൻ. കേട്ട പാതി കേൾക്കാത്ത പാതി ചിണ്ടൻ കഥ ഇറക്കിയതുകൊണ്ടല്ലേ പോക്രാൻ തവള മരിച്ചെന്ന് നമ്മളെല്ലാരും വിശ്വസിച്ചത്. അത് ശരിയാ. ചിണ്ടൻ ഒരാള് കാരണം ഇവിടെ എന്തെല്ലാം പൊല്ലാപ്പ ഉണ്ടായത്. പോക്രാന്റെ കുടുംബം ഇതിന്റെ പേരിൽ എത്ര വിഷമിച്ചു കാണും. അയ്യോ, എനിക്ക് മനസ്സിലാകാത്തത് ഈ ചിണ്ടൻ ഇതിന്റെ വല്ല കാര്യമുണ്ടോന്ന്. അവൻ എന്ത് നേട്ടമായതുകൊണ്ട്? എന്റെ ചിമ്പു, ചിണ്ടൻ അങ്ങനെയാ. പ്രത്യേകിച്ചൊരു നേട്ടത്തിനൊന്നും ആയിരിക്കില്ല. എന്നാൽ കയ്യിൽ നിന്ന് പലതും പറയും. ഏഷണി, പരദൂഷണം, അതിന്റെയൊക്കെ ഒരു ഗണത്തിൽ പെടും ഇതും. ചിണ്ടൻ പണ്ടേ കഥയിറക്കാൻ ബെസ്റ്റാ. എനിക്ക് തോന്നുന്നത് വെള്ളത്തിയും കാലൻ പരുന്തും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പം സംശയിച്ച് പറഞ്ഞതെന്നാ. ഏത് കാലം പരുന്ത്? ആ ആകാശപ്പാറയിലെ കാലം പരുന്തോ? ആ പാവം വയസ്സായി ഇരിപിടിക്കാൻ പോലും ആവതില്ലാതെ എന്റെ കൂടിന്റെ മുകളിലെ പൊളിഞ്ഞു വീഴാറായ ഒരു കൂട്ടിലാ താമസിക്കുന്നേ. എനിക്ക് കിട്ടുന്നതിൽ നിന്ന് ഞാൻ വല്ലതും കൊടുക്കുന്നത് കൊണ്ടാ അത് ജീവിച്ചു പോകുന്നേ. ആകാശപ്പറവയുമായി അങ്ങേർക്ക് ഒരു ബന്ധവുമില്ല. വെള്ളത്തെ കണ്ടിട്ട് പോലും ഉണ്ടാകാൻ വഴിയില്ല. എന്നാലും പൊട്ടിമുളയ്ക്കുന്ന ഓരോരോ കഥകളെ. അമ്പട ചിണ്ടാ. ഓ, അപ്പൊ ചിണ്ടൻ സാറ് ചില്ലറയൊന്നും അല്ല ബടായി അടിച്ചിരിക്കുന്നതല്ലേ? അവൻ കള്ളങ്ങളുടെ മൊത്ത വ്യാപാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ചിമ്പു. അവൻ പറഞ്ഞത് മുഴുവൻ തൊണ്ട തൊടാതെ വിശ്വസിച്ച ഞാൻ ആ കഥകൾ മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. ഇനിയെങ്കിലും വല്ലവരും പറയുന്നത് കേട്ട് പാട്ടുപാടി നടക്കരുത്. നമുക്ക് പൂർണ്ണമായും വിശ്വാസമായത് മാത്രമേ മറ്റുള്ളവരോട് പറയാവൂ. കേട്ടത് പറഞ്ഞു നടക്കരുത്. മനസ്സിലായോ? മനസ്സിലായി കറമ്പി, എനിക്കെല്ലാം മനസ്സിലായി. എന്നാലും ഞാൻ ആലോചിക്കുക, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഈ ചിണ്ടനത് അവിടെ പോയി കിടക്കുവാണ്. അതെ, കക്ഷിയെ നമുക്കൊന്ന് കണ്ടേ? എന്തായാലും കാണണം. എന്തൊരു ഗ്ലാമറാടാ ചിണ്ടാ നിന്നെ കണ്ണാടിയിൽ കാണാൻ. അപ്പൊ ഈ നേരിൽ കാണുന്നവരുടെ ഒരു കാര്യം എന്നെ കൊണ്ടുപോയ. ചിണ്ടൻ സാറേ, കേട്ടില്ലേ? ചിണ്ടൻ സാറേന്ന് എനിക്ക് ശരിക്കും വയ്യട്ടോ എന്നെ കൊണ്ട്. ചിണ്ടൻ സാറേ, ഓ വെയിറ്റ്, ഐ ആം കമിങ്. എല്ലാവരും ഉണ്ടല്ലോ. ഞങ്ങൾ വിചാരിച്ചു നേരത്തെ ഇവിടെ വന്ന ടീംസ് തന്നെയായിരിക്കുന്നു. ഏത് ടീമാണ് ചിണ്ടാ നേരത്തെ വന്നത്? ഓ, അത് കുറച്ച് പരിസ്ഥിതി പ്രവർത്തകര് വന്നിരുന്നു. ചില ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിട്ടോ. എന്ത് ചെയ്യാനാണെന്ന് ഓരോരുത്തരായിട്ട് കാലത്ത് എങ്ങ് ഇറങ്ങി വരും. എന്തിനും ഏതിനും ചിണ്ടൻ സാറ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്താ ചിണ്ടൻ സാറിനെ കൂട്ടിയിട്ടിരിക്കുകയാണോ? പറ, നിങ്ങളൊന്ന് പറ. അതെ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഒരാൾ മാത്രം. ഇതിന് ചിണ്ടൻ സാർ വരണം, ഇതിന് ചിണ്ടൻ സാർ വരണം, അതിന് ചിണ്ടൻ സാർ വരണം, ചിണ്ടൻ സാർ അങ്ങനെ പോണം, ചിണ്ടൻ സാർ ഇങ്ങനെ പോണം. എന്ത് കഥയാണ്? ഓ, എനിക്ക് സത്യം പറഞ്ഞ ഒരു ഒഴിവുമില്ലാതായെന്നേ. വിടലിനഗാധമായി നീലിമയിൽ. എന്താണ് സുന്ദരി ഒരു പാട്ടൊക്കെ? വലിയ ഹാപ്പിയിലാണെന്ന് തോന്നുന്നു. ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയിലാണ്. സംഭവിക്കാത്ത കാര്യങ്ങളാണല്ലോ ഈ കാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചെന്നു? അത് കൊള്ളല്ലോ. ഞാൻ അറിയാതെ ഇവിടെ ഒരു കാര്യമെങ്കിലും സംഭവിച്ചല്ലോ. മഹാത്മ്യം. അതെ അതെ, മഹാഭാഗ്യം. അതെ, എന്താണ് സംഭവിച്ചത് പറയൂ. അപ്പൊ ചിണ്ടൻ കഥകളൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞാൽ ഞങ്ങളെക്കാളൊക്കെ സന്തോഷം ചിണ്ടനാവും ഉണ്ടാവുക. ആണോ? അതെ, എങ്കിൽ എന്തിനാണ് വെച്ച് താമസിപ്പിക്കുന്നത്? ആ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് പറയൂ. ആ വാർത്ത കേൾക്കാൻ എന്റെ കാതുകൾ കൊതിക്കുന്നു. എങ്കിൽ പറയാം. നമ്മുടെ കാലൻ പരുന്തിനെയും വെള്ളത്തിക്കൊക്കിനെയും സിംഹരാജന്റെ പടയാളികൾ ആകാശപ്പാറയിൽ കയറി പൊക്കി. എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ നടന്ന സംഭവ.
ചിണ്ടനാണല്ലോ ആർക്കും അറിയാത്ത ആ നിഗൂഢ രഹസ്യം പുറത്തുവിട്ട മഹാൻ. അതുകൊണ്ടാ ഞങ്ങൾ ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ചിണ്ടനെ അറിയിക്കാൻ പുറപ്പെട്ടത്. അത് നന്നായി. പക്ഷേ ചിണ്ടന്റെ മുഖത്തെന്താ ഇത് കേട്ടിട്ടൊരു സന്തോഷമില്ലാത്തെ? സന്തോഷമോ? സന്തോഷമുണ്ടല്ലോ. സന്തോഷമുണ്ട്, കണ്ടില്ലേ? ആക്ച്വലി എവിടെ വെച്ചാണ് പൊക്കിയത്? പൊക്കൽ ആകാശപ്പാറയുടെ മോളീന്ന്. എന്തേ? പടയാളികൾ കൊടുമുടിയുടെ മുകളിൽ കയറി പൊക്കിയതാവുമല്ലേ? ഹേയ്, താഴെ ചെന്ന് കൊടുമുടി പിടിച്ച് കുലുക്കിയപ്പോ കാലം വരുന്നതും വെള്ളത്തിക്കൊക്കും പൊത്തോന്നും പറഞ്ഞ് താഴെ വീണു. എന്റെ ചിണ്ട, ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. നീ ഞങ്ങളുടെ സുഹൃത്തല്ലേ. ഒരു സുഹൃത്തിന്റെ വാക്കുകൾ ആരും സംശയത്തോടെ കേൾക്കില്ല. അങ്ങനെ സംശയിച്ചുകൊണ്ട് കേൾക്കുന്നവർ യഥാർത്ഥ സുഹൃത്തല്ല. അതാ ഞങ്ങൾ പഠിച്ചത്. അതുകൊണ്ട് നീ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചു. ഒരു പാവം വയസ്സൻ പരുന്തിനെ നീ ഒരു വില്ലനായി ചിത്രീകരിച്ചു. ആ വെള്ളത്തി ഒരു ക്രൂരയാണെന്ന് നീ ഞങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതൊക്കെ പോട്ടെ, ആ പാവം പോക്രാന്തവള ചത്തുപോയെന്നും പറഞ്ഞു പരത്തിയത് കാരണം എത്ര പേര് വിഷമിച്ചു. ആ വീട്ടുകാരെ കുറിച്ച് നീ ഓർത്തോ? പക്ഷേ പോക്രാൻ വെള്ളത്തെയും കൊണ്ട് അല്ല വെള്ളത്തി പോക്രാനെയും കൊണ്ട് ഫ്ലൈ ചെയ്തത്, വെള്ളത്തി പോക്രാനെയും കൊണ്ട് പറന്നത് നേരാ. പക്ഷേ പോകുന്ന വഴിക്ക് അവരുടെ പ്രശ്നങ്ങൾ അവര് പറഞ്ഞു തീർത്തിരുന്നു. പോക്രാൻ അവളെ കുളക്കടയിൽ വിട്ടിട്ടാണ് വെള്ളത്തിൽ പോയത്. അതെനിക്കറിയാം. ഓ, ഈ പോക്രാനാണെങ്കിലേ ഒരു ആൽമാക്രി ചളിയിൽ പൂണ്ടുപോയതിന്റെ രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് അല്പം ബിസി ആയി പോയി. അതിനൊക്കെ ഇവന്റെ വക ഓരോ കള്ളക്കഥകൾ പടച്ചു വിട്ടത്. ആർക്കും ഒരു പ്രശ്നം പറ്റാത്ത സ്ഥിതിക്ക് ഒരു ടൈം പാസ് അല്ലേ ഇതൊക്കെ? ടൈം പാസോ? ഇതോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചും സങ്കടപ്പെടുത്തിയുമാണോ ടൈം പാസ് ചെയ്യുന്നത്? അത് വിട്ടു സുന്ദരി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തതിനെ കുറിച്ച് ചിന്തിക്കും. ജീവിതമാകുമ്പോ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് വേണ്ടേ? ഇല്ലെങ്കിൽ ബോറടിക്കില്ലയോ? ശരിയാ, ജീവിതമാകുമ്പോ ചെറിയ ട്വിസ്റ്റ് ആൻഡ് ടേൺ ആവശ്യ. ചിണ്ടന്റെ ജീവിതത്തിലും ചെറിയ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ട്വിസ്റ്റ് നടന്നു, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. സത്യം പറഞ്ഞാലേ അത് അറിയിക്കാൻ കൂടിയാ ഞങ്ങൾ വന്നത്. എന്നിട്ട് എന്തുകൊണ്ടത് നേരത്തെ പറഞ്ഞില്ല? സത്യത്തിൽ പറയാനല്ല, കാണിക്കാനാ ഞങ്ങളുടെ പ്ലാൻ. ഓ, കാണാനുമുണ്ടോ? ഉണ്ടെന്നേ. ചിണ്ടൻ സാറ് വന്നാട്ടെ, നമുക്ക് പോയി ചെന്ന് കാണാം. അതെ, പോയി ചെന്ന് കാണാം. സത്യത്തിൽ ചിണ്ടൻ സാർ ഈ വിഷയം നടന്നതുകൊണ്ട് വല്ലാതങ്ങ് ഫേമസ് ആയി. സത്യം, ഇപ്പൊ ചിണ്ടൻ സാറിനെ ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. ചുരുക്കി പറഞ്ഞ ഇനി അങ്ങോട്ട് ഫേമസ് ആകാനേ ഇല്ല. പുകഴ്ത്തിയതല്ല, സത്യം പറഞ്ഞതാ. കാട്ടിലൊരു വിഷയം നടന്നപ്പോ ഉടനെ കയറി ഇടപെട്ട ആളല്ലേ. എന്തിടപെടൽ എന്റെ സുന്ദരി. അല്ല, രാജാവിനെ കണ്ട് വെള്ളത്തിക്കെതിരെ പരാതി കൊടുത്തതൊക്കെയല്ലേ? അതോ, അതൊക്കെ വെറും സിമ്പിൾ മൃഗസേവനം, ജസ്റ്റ് മൃഗസേവനം. ഈ സേവനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം രാജാവ് ചിണ്ടനൊരു ഉപഹാരം കരുതി വെച്ചിട്ടുണ്ട്. ആണോ? എവിടെ? അവിടേക്ക് നോക്ക്, മരത്തിലൊരു പോസ്റ്റർ. കള്ളപ്പരാതി കൊടുത്തതിനും മറ്റു മൃഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിനും പോക്രാന്തവളയുടെ കുടുംബത്തെ കണ്ണീര് കുടിപ്പിച്ചതിനും എല്ലാത്തിനും കൂടി ചെറിയൊരു സുഖവാസം. കുറച്ചു കാലം അകത്തു കിടക്കാം, അഴിക്കുള്ളിൽ. ബോധം പോയാലെന്താ? ചിണ്ടന്റെ ഫോട്ടോ കലക്കിയില്ലേ? അടിപൊളി കളർ പടം. ചിണ്ടൻ സെൽഫി എടുത്തു വെക്കുന്നതിന്റെ ഗുട്ടൻസ് ഇപ്പോഴാ പിടികിട്ടിയത്. ഇപ്പൊ മനസ്സിലായില്ലേ സത്യം ഏത് വിധേനയും പുറത്തു വരുമെന്ന്? കള്ളങ്ങൾ പറഞ്ഞും കാപട്യം കാണിച്ചും ആർക്കും ഒരുപാട് നാൾ പിടിച്ചു നിൽക്കാനാവില്ല. അതിന്റെ കാരണം സത്യത്തിനൊപ്പം ദൈവമുണ്ടെന്നാണ്. അതെ, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിയാണ്. സത്യം അറിയുകയും സത്യം ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത് ഓർക്കുന്നു. നുണ പറയുന്നവർ പിശാചിന്റെ സന്തതിയാണ്. ചിണ്ടന് പറ്റിയത് അതാണ്. നുണ പറയൽ ദൈവപ്രമാണത്തിന്റെ ലംഘനമാണ്. നുണയന് അത് മരണക്കെണിയായി തീരുന്നു. ഒരു നുണ തന്നെ നമ്മെ ഒരുപാട് നുണകളിലേക്ക് നയിക്കും.
ഒടുവിൽ നുണ പറയുന്ന വ്യക്തി തന്നോട് തന്നെ നുണ പറയാൻ തുടങ്ങും. അങ്ങനെ അവൻ നുണയ്ക്കനുസരിച്ച് ജീവിച്ചു തുടങ്ങുന്നു. ചിണ്ടൻ കേമനാകാനും സ്വന്തം വിനോദത്തിനായി എല്ലാ കഥകൾ പറഞ്ഞു പരത്തി. തന്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവിധം അവന് കിട്ടുമെന്ന ദൈവവചനം ചിണ്ടൻ ഓർത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളു കൂട്ടുകാരെ, സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും. വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേ ഉള്ളൂ.